A channel for current affairs and general knowledge. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. A channel for current affairs and general knowledge. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഏപ്രിൽ 28, 29, 30 ദിവസത്തെ ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സിനെ പറ്റിയിട്ടാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ ആദ്യത്തെ ചോദ്യമാണ്, വിച്ച് കൺട്രി പാസ്ഡ് എ ലോ ക്രിമിനലൈസിങ് സെയിം സെക്സ് റിലേഷൻ വിത്ത് 10 years ഇംപ്രിസൺമെൻറ്റ്. അതായത് 10 വർഷം തടവ് ശിക്ഷയോടുകൂടി ഈ സ്വവർഗ ബന്ധം ക്രിമിനൽ കുറ്റമാക്കിയ അല്ലെങ്കിൽ ക്രിമിനൽ കുറ്റമാക്കുന്ന നിയമം പാസ്സാക്കിയ ആദ്യത്തെ രാജ്യം ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ അഫ്ഗാനിസ്ഥാൻ, ഓപ്ഷൻ ബി ഇറാൻ, ഓപ്ഷൻ സി ഇറാഖ്, ഓപ്ഷൻ ഡി സൗദി അറേബ്യ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഇറാഖ്. ഹംസ യൂസഫ് who resigned recently was the first minister of which country? ഈ ഹംസ യൂസഫ് ഒരു രാജ്യത്തിൻ്റെ ആദ്യത്തെ എന്ന് വെച്ചാൽ പ്രധാനമന്ത്രിയാണ്. അത് ഏത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു ഇപ്പോൾ ഈ അടുത്ത് രാജിവെച്ചതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ അയർലൻഡ്, ഓപ്ഷൻ ബി ഒമാൻ, ഓപ്ഷൻ സി സ്കോട്ട്ലാൻഡ്, ഓപ്ഷൻ ഡി സൗദി അറേബ്യ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി സ്കോട്ട്ലാൻഡ്. അടുത്ത്, ഹു ഈസ് ദ ന്യൂ ഡയറക്ടർ ഓഫ് മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ്? ഓപ്ഷൻ എ സുനിൽ കുമാർ യാദവ്, ഓപ്ഷൻ ബി സുനിൽ കുമാർ സക്സേന, ഓപ്ഷൻ സി സുനിൽ കുമാർ വർദ്ധ, ഓപ്ഷൻ ഡി സൂര്യകുമാർ യാദവ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ സുനിൽ കുമാർ യാദവ്. അടുത്ത്, ഹർഷിത് കുമാർ ഈസ് റിലേറ്റഡ് ടു വിച്ച് സ്പോർട്സ് ഇവൻറ്റ്? ഈ ഹർഷിത് കുമാർ ഏത് കായിക മേഖലയായിട്ട് ബന്ധപ്പെട്ടെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഡിസ്കസ് ത്രോ, ഓപ്ഷൻ ബി ഷോട്ട് പുട്ട്, ഓപ്ഷൻ സി ഹാമർ ത്രോ, ഓപ്ഷൻ ഡി ജാവലിൻ ത്രോ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഹാമർ ത്രോ. അടുത്ത്, ദീപാൻശു ശർമ്മ ഈസ് റിലേറ്റഡ് ടു വിച്ച് സ്പോർട്സ് ഇവൻറ്റ്? ഓപ്ഷൻ എ ഡിസ്കസ് ത്രോ, ഓപ്ഷൻ ബി ഷോട്ട് പുട്ട്, ഓപ്ഷൻ സി ഹാമർ ത്രോ, ഓപ്ഷൻ ഡി ജാവലിൻ ത്രോ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ജാവലിൻ ത്രോ. അടുത്ത്, അനുരാഗ് സിംഗ് കാലർ ഈസ് റിലേറ്റഡ് ടു വിച്ച് സ്പോർട്സ് ഇവൻറ്റ്? ഓപ്ഷൻ എ ഡിസ്കസ് ത്രോ, ഓപ്ഷൻ ബി ഷോട്ട് പുട്ട്, ഓപ്ഷൻ സി ഹാമർ ത്രോ, ഓപ്ഷൻ ഡി ജാവലിൻ ത്രോ. കറക്റ്റ് ആൻസർ ഷോട്ട് പുട്ടാണ് നോക്കുക. അടുത്ത്, വെൻ വാസ് ദ ഫസ്റ്റ് മെൻസ് T20 വേൾഡ് കപ്പ് ഹെൽഡ്? ആണുങ്ങളുടെ ആദ്യത്തെ T20 വേൾഡ് കപ്പ് നടന്നത് ഏത് വർഷം എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 2005, ഓപ്ഷൻ ബി 2006, ഓപ്ഷൻ സി 2007, ഓപ്ഷൻ ഡി 2008. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി 2007 ആദ്യത്തെ ആണുങ്ങളുടെ T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് നടന്നതെന്ന് നോക്കുക. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതായത് ICC T20 വേൾഡ് കപ്പ് എന്നാണ് ആദ്യം നടന്നതെന്ന് ചോദിച്ചാൽ 2007 നോക്കുക. ഓക്കെ, 2007 നടന്നത്. അത് എവിടെ വെച്ചിട്ടാണ് നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയിൽ വെച്ചിട്ടാണ് ആദ്യത്തെ T20 വേൾഡ് കപ്പ് നടന്നതെന്ന് നോക്കുക. എന്നാന്ന് ചോദിച്ചാൽ 2007 സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് നടന്നു. അന്ന് ജയിച്ചത് ആരാന്ന് ചോദിച്ചാൽ ഇന്ത്യയാണ്. ലോകകപ്പ്, അതായത് T20 വേൾഡ് കപ്പ് ആദ്യം നേടിയ രാജ്യം ഇന്ത്യയാണ്. അന്നത്തെ റണ്ണേഴ്സ് അപ്പ് ആരായിരുന്നു ചോദിച്ചാൽ പാകിസ്ഥാനാണ് നോക്കാം. ഇനി രണ്ടാമത് നടന്നത് എന്താണെന്ന് ചോദിച്ചാൽ 2009 അന്ന് ഇംഗ്ലണ്ടിൽ വെച്ചിട്ടാണ് നടന്നത്. അതിൽ ജേതാക്കൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാനാണ്. സോ ആദ്യം ജയിച്ചത് ഇന്ത്യയാണ്, രണ്ടാമത് പാകിസ്ഥാനാണ്. 2009 നടന്നതെന്ന് നോക്കുക. ഇംഗ്ലണ്ടിൽ വെച്ചാണ് നടന്നത്. ഇനി 2024, അതായത് ഈ കൊല്ലം നടക്കാൻ പോകുന്നുണ്ട്. അത് എത്രാമത്തേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 9ാമത്തെയാണ്. അത് എവിടെ വെച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെസ്റ്റ് ഇൻഡീസിലും US വെച്ചിട്ടാണ് ഈ 9ാമത്തെ, അതായത് 2024 നടക്കാൻ പോകുന്നത് നോക്കുക. ഇതിന് മുമ്പ് ലാസ്റ്റ് നടന്നത് എന്താണെന്ന് ചോദിച്ചാൽ 2022. ഓക്കെ, 2022 ഓസ്ട്രേലിയയിൽ വെച്ച് നടന്നു. അന്ന് ഇംഗ്ലണ്ടാണ് ജയിച്ചത്, പാകിസ്ഥാനെ തോൽപ്പിച്ചത് എന്നും കൂടി നോക്കുക. സോ ആദ്യം നമ്മൾ പറഞ്ഞു 2007 നടന്നതെന്ന് പറഞ്ഞു, അന്ന് ഇന്ത്യയാണ്. അതേപോലെ രണ്ടാമത്തെ നടന്നത് 2009, അത് പാകിസ്ഥാനാണ് ജയിച്ചത്. പിന്നെ 2022 ആരാ ജയിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടാണ്. എവിടെ വെച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓസ്ട്രേലിയയിൽ വെച്ചാണ് നടത്തുന്നതെന്നും കൂടി നോക്കുക. ഇനി ഏറ്റവും കൂടുതൽ തവണ ഈ ICC T20 വേൾഡ് കപ്പ് ആണുങ്ങളുടെ നേടിയ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് വെസ്റ്റ് ഇൻഡീസാണ്, അതേപോലെ തന്നെ ഇംഗ്ലണ്ടും. വെസ്റ്റ് ഇൻഡീസും ഇംഗ്ലണ്ടും ഈ 2 തവണ ട്രോഫികൾ നേടിയിട്ടുണ്ട്. ഓക്കെ, 2 തവണ വെച്ച് നേടിയ രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ വെസ്റ്റ് ഇൻഡീസും ഇംഗ്ലണ്ടും ആണെന്ന് നോക്കുക.
പിന്നെ ഇന്ത്യ, അതുപോലെ തന്നെ പാകിസ്ഥാൻ, ശ്രീലങ്ക, ഓസ്ട്രേലിയ ഇവരൊക്കെ ഓരോ തവണയാണ് നേടിയിരിക്കുന്നത് എന്നും കൂടി നോക്കണം. അടുത്താണ് വിച്ച് ഇന്ത്യൻ ഗോൾഡ് മൈൻ എൻവയോൺമെൻറ്റ് പ്രൈസ് 2024. 2024 ഗോൾഡ് മൈൻ എൻവയോൺമെൻറ്റൽ പ്രൈസ് നേടിയ ഏത് ഇന്ത്യക്കാരൻ ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ അലോക് ശുക്ല, ഓപ്ഷൻ ബി തെരേസ വിൻസെന്റ്, ഓപ്ഷൻ സി MM ജോൺസൺ, ഓപ്ഷൻ ഡി മാർസൽ ഗോമസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ അലോക് ശുക്ല. ഈ ഗോൾഡ് മൈൻ എൻവയോൺമെൻറ്റ് പ്രൈസ് 2024 നേടിയ ഇന്ത്യക്കാരൻ ആരെന്നാണ് ചോദ്യം എന്നുണ്ടെങ്കിൽ അത് അലോക് ശുക്ലയാണ് നോക്കുക. ഓക്കെ, ഈ പറഞ്ഞ മൂന്ന് ആൾക്കാരും ഈ ഗോൾഡ് മൈൻ എൻവയോൺമെൻറ്റൽ പ്രൈസ് നേടിയ ആൾക്കാരാണ്. മൊത്തം 7 പേര് ഈ 2024 ഈ പ്രൈസ് നേടിയിട്ടുണ്ട്. ഓക്കെ, അത് ഓർക്കണം. ഈ ഗോമസ് ബ്രസീലുകാരനാണ്, അതുപോലെ തന്നെ ഈ ജോൺസൺ US-കാരനാണ്, അതുപോലെ തന്നെ അത് നോക്കണ്ട, അത് അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും നോക്കണ്ട. സോ ഇത് മാത്രം നോക്കുക. ഈ തെരേസ വിൻസെന്റ്, MM ജോൺസൺ, അതുപോലെ തന്നെ ഈ മാർസൽ ഗോമസ് ഇവരൊക്കെ ഈ ഗോൾഡ്മാൻ അവാർഡ് നേടിയതാണ്. അതുപോലെ തന്നെയാണ് ഈ ആൻഡ്രിയ വിഡൂറയും ഈ അവാർഡ് നേടിയിട്ടുള്ള വ്യക്തിയാണ്. അതുപോലെ തന്നെയാണ് M തുമ്പ, അതുപോലെ തന്നെ സുക്കുള ഇവരും ഈ അവാർഡ് നേടിയിട്ടുണ്ടെന്ന് നോക്കാം. അപ്പോൾ മൊത്തം 7 പേരാണ് ഈ ഗോൾഡ് മൈൻ എൻവയോൺമെൻറ്റ് പ്രൈസ് 2024 നേടിയെന്ന് നോക്കുക. 7 പേര്. അതിലൊന്ന് ഈ അലോക് ശുക്ലയെന്ന് നോക്കുക. പിന്നെ തെരേസ വിൻസെന്റ്, പിന്നെ ജോൺസൺ, പിന്നെ ഗോമസ് 4 പേര്, പിന്നെ ആൻഡ്രിയ 5, പിന്നെ M തുമ്പ, അതുപോലെ തന്നെ സുക്കുള. അടുത്താണ് പണ്ഡിറ്റ് ലച്ചു മഹാരാജ് അവാർഡ് 2024 വാസ് ഗിവൺ ടു. ഓപ്ഷൻ എ സന്തയ പുരിച്ച, ഓപ്ഷൻ ബി പ്രാചി ഷാ, ഓപ്ഷൻ സി ആഷിം ബന്ധു ഭട്ടാചാര്യ, ഓപ്ഷൻ ഡി പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗൻ. പണ്ഡിറ്റ് ലച്ചു മഹാരാജ് അവാർഡ് 2024 കിട്ടിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാണി ആണെന്ന് നോക്കാം. ഇനി ഈ പറഞ്ഞ ആൾക്കാരൊക്കെ പണ്ഡിറ്റ് ലച്ചു മഹാരാജ് അവാർഡ് നേടിയിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. ഓക്കെ, ഇതിൽ ഈ സന്തായ പുരിച്ച ആരാന്ന് ചോദിച്ചാൽ ഈ ചെയർമാനാണ്, സംഗീത നാടക അക്കാദമിയുടെ ചെയർമാനാണ്. ഓക്കെ, ഇവർ ഏത് മേഖലയിലാണെന്ന് ചോദിച്ചാൽ ഭരതനാട്യമാണെന്ന് നോക്കുക. ഓക്കെ, ബാക്കിയുള്ള എല്ലാ ആൾക്കാരും കഥക്കാണ്. ഓക്കെ, അതും കൂടി നോക്കുക. സോ ഈ സന്തായ പുരിച്ച, അതുപോലെ തന്നെ പ്രാചി ഷാ, അതുപോലെ തന്നെ ഈ അസീം ഭട്ടാചാര്യ ഇവരൊക്കെ ഈ പണ്ഡിറ്റ് ലച്ചു മഹാരാജ് അവാർഡ് നേടിയിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. എന്നാൽ ഈ സന്തായ പുരിച്ച മാത്രമാണ് ഈ ഭരതനാട്യം. ഓക്കെ, ബാക്കിയുള്ളവരൊക്കെ കഥക്കാണ് എന്നും കൂടി നോക്കുക. ഇനി ഇവരൊക്കെ ഏത് കൊല്ലാണ് കിട്ടിയെന്ന് ചോദിച്ചാൽ ഈ സന്തായ പുരിച്ചയ്ക്ക് കിട്ടിയത് 2018. അതുപോലെ തന്നെ പ്രാചി ഷായ്ക്ക് 2022, പിന്നെ ആഷിം ഭട്ടാചാര്യയ്ക്ക് 2023 ആണും കൂടി നോക്കുക. അടുത്താണ് വിച്ച് കൺട്രി വോൺ ദ ഗോൾഡ് മെഡൽ ഇൻ ദ ആർച്ചറി വേൾഡ് കപ്പ് ഇൻ ദ മെൻസ് റിക്കർവ് ഇവന്റ്. ഓപ്ഷൻ എ ഇന്ത്യ, ഓപ്ഷൻ ബി സൗത്ത് കൊറിയ, ഓപ്ഷൻ സി മലേഷ്യ, ഓപ്ഷൻ ഡി ഇന്തോനേഷ്യ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഇന്ത്യ. അടുത്താണ് ഷേർഗർ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഈസ് സീൻ ദ ന്യൂസ് ഈസ് ഇൻ വിച്ച് സ്റ്റേറ്റ്. ഷേർഗർ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഏത് സംസ്ഥാനത്തു നിന്നാണ്? ഓപ്ഷൻ എ ഗുജറാത്ത്, ഓപ്ഷൻ ബി മഹാരാഷ്ട്ര, ഓപ്ഷൻ സി രാജസ്ഥാൻ, ഓപ്ഷൻ ഡി കേരള. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി രാജസ്ഥാൻ. അടുത്താണ് വേൾഡ്സ് ഫസ്റ്റ് ഗ്ലോബൽ കാർബൺ ലെവി വിച്ച് ഈസ് സെറ്റ് ടു കം ഇൻ ടു ഫോഴ്സ് ഇൻ ഡാഷ്. ലോകത്തിലത്തെ ആദ്യത്തെ ആഗോള കാർബൺ ലെവി ഏത് വർഷമാണ് നിലവിൽ വരിക എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 2025, ഓപ്ഷൻ ബി 2026, ഓപ്ഷൻ സി 2027, ഓപ്ഷൻ ഡി 2028. കറക്റ്റ് ആൻസർ 2027 കാർബൺ ലെവി വരാൻ പോകുന്നത് നോക്കുക. അടുത്താണ് വേൾഡ്സ് ലാർജസ്റ്റ് എയർപോർട്ട് ടെർമിനൽ വിൽ കം അപ്പ് ഇൻ വിച്ച് കൺട്രി. ഓപ്ഷൻ എ ഇന്ത്യ, ഓപ്ഷൻ ബി US, ഓപ്ഷൻ സി ചൈന, ഓപ്ഷൻ ഡി UAE. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി UAE ആണ് നോക്കുക. UAE ദുബായിലാണ് നോക്കുക. അടുത്താണ് എ സ്ട്രാറ്റജി ടു എലിമിനേറ്റ് മലേറിയ ബൈ 2030 വാസ് റിലീസ്ഡ് ബൈ വിച്ച് ഓർഗനൈസേഷൻ.
2030 മലേറിയ ഇല്ലാതാക്കാനുള്ള തന്ത്രം ഏത് സംഘടനയാണ് പുറത്തിറക്കിയത്? ഓപ്ഷൻ എ UN, ഓപ്ഷൻ ബി WHO, ഓപ്ഷൻ സി UNHCR, ഓപ്ഷൻ ഡി IMO. കറക്റ്റ് ആൻസർ WHO ആണ് നോക്കുക. അടുത്താണ് വിച്ച് പോർട്ട് ഹാസ് ബീൻ അപ്രൂവ്ഡ് ആസ് ദ ഇന്ത്യസ് ഫസ്റ്റ് ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് ബൈ ദ ഷിപ്പിംഗ് മിനിസ്ട്രി? ഇന്ത്യയുടെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായിട്ട് ഷിപ്പിംഗ് മന്ത്രാലയം അംഗീകരിച്ച തുറമുഖം? ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ബി മുംബൈ പോർട്ട്, ഓപ്ഷൻ സി വിഴിഞ്ഞം പോർട്ട്, ഓപ്ഷൻ ഡി കാൺല പോർട്ട്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി വിഴിഞ്ഞം പോർട്ട് ആണ് നോക്കുക. അടുത്താണ് വാട്ട് ഈസ് നെഫ്രോട്ടിക് സിൻഡ്രം? നെഫ്രോട്ടിക് സിൻഡ്രം എന്തെന്നാണെന്ന് ചോദ്യം. ഓപ്ഷൻ എ സ്കിൻ ഡിസോർഡർ, ഓപ്ഷൻ ബി കിഡ്നി ഡിസോർഡർ കോസിങ് എക്സസീവ് പ്രോട്ടീൻ ഇൻ യൂറിൻ, ഓപ്ഷൻ സി റെസ്പിറേറ്ററി കണ്ടീഷൻ, ഓപ്ഷൻ ഡി ന്യൂറോളജിക്കൽ ഡിസോർഡർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. കിഡ്നി ഡിസോർഡർ ആണ് കോസിങ് എക്സസീവ് പ്രോട്ടീൻ ഇൻ യൂറിൻ. യൂറിനിൽ അധികമായിട്ടുള്ള പ്രോട്ടീൻ ഉണ്ടാവുന്ന ഒരു ഡിസോർഡറാണ്, കിഡ്നി ഡിസോർഡർ ആണ് ഈ നെഫ്രോട്ടിക് സിൻഡ്രം എന്ന് പറയുന്നത്. അടുത്താണ് ചൈന ഷെയർ ഇൻ ഇന്ത്യാസ് ഇമ്പോർട്ട് ഓഫ് ഇൻഡസ്ട്രിയൽ ഗുഡ്സ് ഹാസ് ഇൻക്രീസ് ഫ്രം 21% to -%. അതായത് ചൈനയുടെ ഷെയർ ഇൻ ഇന്ത്യാസ് ഇമ്പോർട്ട്, ഇന്ത്യയുടെ ഇമ്പോർട്ട് ഇല്ല ഇൻഡസ്ട്രിയൽ ഗുഡ്സിലെ ഇന്ത്യൻ്റെ ഇമ്പോർട്ട് ചൈനയുടെ ഷെയറുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ എത്ര ശതമാനമാണ് ഇന്ത്യയുടെ ഈ ഇമ്പോർട്ട് കൂടിയിരിക്കുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 25%, ഓപ്ഷൻ ബി 30%, ഓപ്ഷൻ സി 35%, ഓപ്ഷൻ ഡി 40%. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി 30% ആണ് നോക്കുക. ചൈനയിൽ നിന്നുള്ള ഇന്ത്യയുടെ ഇമ്പോർട്ട് ഇൻഡസ്ട്രിയൽ ഗുഡ്സിൻ്റെ കൂടിയത് 21%-ൽ നിന്നും 30%. അടുത്താണ് വേർ വാസ് ദ G7 എനർജി മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് 2024 ബീൻ ഹെൽഡ്? G7 എനർജി മിനിസ്റ്റേഴ്സിൻ്റെ മീറ്റിംഗ് എവിടെ വെച്ചാണ് നടത്തിയതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ റഷ്യ, ഓപ്ഷൻ ബി ഫ്രാൻസ്, ഓപ്ഷൻ സി ഇറ്റലി, ഓപ്ഷൻ ഡി ജപ്പാൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഇറ്റലിയിലാണ് നോക്കുക. സോ G7 എനർജി മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് എവിടെ വെച്ചാണ് നടത്തിയെന്ന് വെച്ചാൽ ഇറ്റലിയിലാണ് നോക്കുക. ഇനി ഈ G7 എന്താണ്, അതേപോലെ തന്നെ G7-ലെ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. G7 എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് 7 എന്നാണ് അറിയപ്പെടുന്നത്. ഈ G7-ലെ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് US, UK, ഫ്രാൻസ്, പിന്നെ ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, പിന്നെ കാനഡ. സോ ഇത് ഓർത്തിരിക്കാൻ നമുക്ക് സെക്കൻഡ് വേൾഡ് വാറിലുണ്ടായിരുന്ന രാജ്യങ്ങൾ തന്നെയാണ് ഇതിലും വരുന്നത്. എല്ലാമൊന്നുമല്ല, ചിലത്. നമുക്കറിയാം US ഉണ്ട് അന്ന്, പിന്നെ UK, അതുപോലെ തന്നെ ഫ്രാൻസും ഉണ്ടായിരുന്നു. പിന്നെ എതിർ ചേരിയിലായിട്ട് ആരൊക്കെ? ജർമ്മനി, അതായത് ഹിറ്റ്ലറിൻ്റെ നേതൃത്വത്തിൽ, പിന്നെ ജപ്പാൻ ടോജോൻ്റെ നേതൃത്വത്തിൽ, പിന്നെ ഇറ്റലി മുസോളിനീൻ്റെ നേതൃത്വത്തിൽ. സോ ജർമ്മനി, ഇറ്റലി, ജപ്പാൻ ഇവർ മൂന്നും ഒരു ഗ്രൂപ്പ് ആയിരുന്നല്ലോ. സോ അവർ ഇതിലുണ്ട്. അതുപോലെ തന്നെ US, അതുപോലെ തന്നെ UK, അതുപോലെ തന്നെ ഫ്രാൻസ്, അവരും ഈ ഗ്രൂപ്പിലുണ്ട്, പ്ലസ് കാനഡ. അപ്പോൾ ഓർത്തിരിക്കാൻ എളുപ്പമില്ലേ? ഏതൊക്കെ രാജ്യങ്ങളായി G7-ലുള്ളതെന്ന് ചോദിച്ചാൽ ഒന്ന് US, UK, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, പിന്നെ കാനഡ. ഇതാണ് ഗ്രൂപ്പ് ഓഫ് 7. ഓക്കെ ഗൈസ്, ഇത്രയേ ഉള്ളൂ. ഏപ്രിലത്തെ ഇതോടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇനി ഏപ്രിലിൻ്റെ ഒരു ഫുൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. സോ എല്ലാവർക്കും നന്ദി.